എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, ഒരു ചെമ്മീൻ 1 കിലോ മേടിച്ചിട്ടുണ്ട്. അത് നമുക്കൊരു പെരളനായിട്ട് ചെമ്മീൻ പെരളൻ വെച്ച് കാണിക്കാം. ആ വീഡിയോയിലേക്ക് 1 കിലോ ചെമ്മീൻ നമ്മൾ എടുത്തിട്ടുണ്ട്. എല്ലാം കഴുകി നല്ല വൃത്തിയാക്കി അതിൻ്റെ അകത്തെ എല്ലാം ആ നൂലെല്ലാം വലിച്ചു കളഞ്ഞ് എല്ലാം എടുത്താണേ. അപ്പം ഇത് നമ്മൾ 1 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: സവോള, തക്കാളി, ഇഞ്ചി, കരിയാപ്പില, വെളുത്തുള്ളി, മല്ലിയില. അപ്പം പൊടിയായിട്ട് ആവശ്യമുള്ളത് നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. അപ്പം കുരുമുളക് പൊടി ഇച്ചിരി ഏറെ എടുത്തേ, പെരളനായതുകൊണ്ട് ഇച്ചിരി ഗ്രേവിയൊക്കെ വേണ്ട കൊണ്ട് നമ്മളിങ്ങനെ ചെയ്തേ. അല്ലാതെ നമ്മൾ ചുമന്നുള്ളി കുറേ എടുത്തിട്ടുണ്ട്. സവോള അല്ലാതെ ചുമന്നുള്ളി കുറേ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ഇട്ട് കൊടുക്കാവേ. ഇച്ചിരി ഏറെ ഇടുന്നുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ ഗ്രേവി വേണ്ടത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചേർക്കുന്നത്. അത്യാവശ്യമുള്ളത് എടുത്താൽ മതി. 2 പച്ചമുളക് നമ്മൾ ഇടുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് ചതച്ചെടുക്കാം നമുക്ക്. ഇപ്പം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നു. മുളക് പൊടി ഇച്ചിരി ഇട്ട് കൊടുക്കുന്നു. ഗരം മസാല ഇച്ചിരി ഇട്ട് കൊടുക്കുന്നു. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നു. എല്ലാം കൂടെ കൂട്ടി ഒന്ന് തിരുമാവേ നമുക്ക്. അപ്പൊ നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന അപ്പൊ നമ്മള് ഈ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം അരച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. നമുക്കിതൊന്ന് പുരട്ടി കൊടുക്കാവേ. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പം ചട്ടി അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പൊ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. അപ്പൊ നമ്മുടെ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാവേ. നമുക്ക് ഇച്ചിരി ഗ്രേവി ആയിട്ടൊക്കെ വേണം. അതാണ് നല്ലൊരു ഗ്രേവിയൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയാണ്. ഇച്ചിരി ഒന്ന് ഒരുമാതിരി ഒന്ന് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് എടുക്കാം. അപ്പൊ നമ്മൾ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഒത്തിരി മൂത്തിട്ടില്ല, എന്നാലും വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് കോരിയെടുക്കുവാണേ. കോരിയെടുക്കുക. നമ്മുടെ ഈ ചെറിയ പാത്രത്തിലോട്ട് കുഞ്ഞുരുളിക്കകത്തോട്ട് നമ്മൾ കോരിയെടുക്കുകയാണ്. നമ്മുടെ കുഞ്ഞുരുളിക്കകത്തോട്ട് ഇത് കോരിയെടുക്കുകയാണ്. അപ്പൊ ബാക്കിയും കൂടെ ഇങ്ങനെയൊന്ന് നമുക്ക് ആക്കിയെടുക്കാവേ. മുഴുവൻ സാധനം ഇങ്ങനെ കോരിയെടുക്കുവാണ്. അപ്പം ഇതേ കോരിയെടുത്തോണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ഒരുമാതിരി ഒരു പകുതി കുക്കായേ. അപ്പം നമ്മൾ ഇങ്ങനെ കോരിയെടുക്കുവാണേ. അപ്പം രാത്രിക്കൊക്കെ ചെയ്യുന്നതുകൊണ്ടുണ്ടല്ലോ, ഇച്ചിരി ഓർഡറിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേണ്ട ചെയ്യാൻ. അതുകൊണ്ടാണ് ഇച്ചിരി രാത്രിയാകുന്നത് ഞങ്ങൾ വീഡിയോ. എന്നാലും ചെയ്യാതെ കിടക്കില്ല, ഒരു വീഡിയോയിലും ചെയ്യും. അപ്പം നമ്മൾ കടുകിട്ട് കൊടുത്തു.
കൊടുത്തില്ലേ? കൊടുത്തോ? അപ്പൊ നമ്മൾ കടുക് ഇട്ട് കൊടുത്തു, കരിവേപ്പില ഇട്ട് കൊടുക്കാം, നമ്മുടെ സവോള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കൂടത്തിൽ തന്നെ നമ്മുടെ ഉള്ളി കുട്ടന്മാരെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തുള്ളി ഉപ്പിട്ട് കൊടുക്കാം. സവോള ഉള്ളി ഒരുമാതിരി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും കൂടെ അരച്ച് വെച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ ചുമന്ന പഴുത്തമുളക് കാരണമാണ് ആ കളറെ. അപ്പം ഇത്ര നമുക്ക് ഗ്രേവി വേണ്ടത് കൊണ്ടാണ് ഇത്ര നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഗ്രേവി നമുക്ക് അപ്പത്തിന് കൂടെ ഒത്തി കഴിക്കാമല്ലോ. രാവിലത്തെ ഓർഡറിന്റെ അപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, അത് നമുക്ക് കഴിക്കാമെന്ന് ഓർത്ത്. അപ്പൊ നല്ല ഇതുണ്ട്, നല്ല സെറ്റായിട്ട് നല്ല സ്മെല്ലൊക്കെയാണ്. ആ ചെമ്മീൻ പൊരിച്ച എണ്ണ ആയതുകൊണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളി സ്മെല്ലാണ്. അപ്പം കുറച്ച് മല്ലിയില ഞാൻ കഴുകി ഫ്രിഡ്ജിനകത്ത് വെച്ച് ഉണക്കിയതാണേ, നമ്മളിട്ട് കൊടുക്കുന്നുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ കഴുകി ഉണക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കുന്നതുകൊണ്ട് അത് ഉണങ്ങി തന്നെ ഇരിക്കുക. പിന്നെ ഞാൻ ചുമ്മാ ഒന്ന് കഴുകിയെന്നേ ഉള്ളൂ. എപ്പോഴും എടുക്കേണ്ട കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ എടുത്ത് വെക്കുവേ, കേടായി പോകത്തില്ല, പച്ചക്കളർ കാണുകയും ചെയ്യും. അതുകൊണ്ട് അപ്പം നമ്മൾ ഇനിയും ചേർത്ത് കൊടുക്കണ്ടേന്ന് പറഞ്ഞാൽ പൊടികളാണേ. അപ്പൊ നമുക്ക് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുവാണ്. മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൊടി, മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി. അപ്പം കുരുമുളക് ഇച്ചിരി അധികം ഉണ്ട്, അപ്പൊ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കണ്ടോ, നല്ല ഗ്രേവിയൊക്കെ വേണം, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പൊടികളെല്ലാം നല്ലതായിട്ടേ. ഇപ്പം ടൊമാറ്റോ അടിച്ചെടുത്താണ്, നമ്മളെ 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് അടിച്ചെടുത്താണ്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ടൊമാറ്റോ ഒഴിച്ചു കൊടുത്തു. അപ്പൊ നമ്മൾ ഇതിനകത്തുള്ള കുറച്ച് വെള്ളം നമുക്ക് ഒന്ന് എല്ലാം ഒന്ന് സെറ്റായി വരട്ടെ. അരപ്പ് എല്ലാം ഒന്ന് സെറ്റായി വരാൻ വേണ്ടി നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഇപ്പം കണ്ടോ, നല്ല ഗ്രേവി എല്ലാം നല്ല തകർപ്പൻ ഗ്രേവിയാണേ. ഗ്രേവി മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. അപ്പം നമ്മുടെ കൊഞ്ചു അപ്പൊ നമുക്ക് നമ്മുടെ കൊഞ്ച് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉണ്ടോ, നല്ല കൊഞ്ച് നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇച്ചിരി വേകാനുണ്ട്, അതാണ് നമ്മൾ നോക്കുന്നത്. വേകാനുണ്ട്, അപ്പൊ ഉപ്പ് മതിയോ നോക്കണം. ഇപ്പൊ ആ ഉള്ളിയുടെ ആ ടേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, നല്ല അടിപൊളി ടേസ്റ്റ് ആണേ. ഇവിടെ വിൻസ്മോക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊഞ്ച്. അപ്പൊ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാവേ. കണ്ടോ, നല്ല തിളയൊക്കെ വന്നിട്ടുണ്ടോ, ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. പകുതി കുക്കായ വെച്ച് മീനൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പം നമ്മൾ ഇങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ സമയം 9:30 ആയി.
അപ്പം നമ്മൾ ഇങ്ങനെ കറിയെല്ലാം അടുപ്പ് വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. അപ്പം നമുക്ക് ഒത്തിരി ഓർഡറും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സമയം കിട്ടത്തില്ല വീഡിയോ ഒക്കെ ചെയ്യാനേ. അപ്പം നമുക്ക് ഒരു ദിവസത്തെ ഫുൾ വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പം എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് കാണണം. നന്നായിട്ട് നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും. അപ്പം നമ്മുടെ കുഞ്ഞൊരു സംരംഭമാണ് നമ്മുടെ ജീവിതമാർഗം എന്ന് പറയാം. നമ്മൾ ഇതുകൊണ്ട് തന്നെ തൊഴിൽ കണ്ടുപിടിച്ച് നമ്മൾ നമ്മുടെ ഉപജീവനമാർഗം നമ്മൾ തന്നെ കണ്ടുപിടിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു സംതൃപ്തിയല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും അഭിമാനിക്കാനായിട്ട് നമ്മൾ തന്നെ നമുക്ക് വിലയിരുത്തുക. എന്നാന്ന് ചോദിച്ചാൽ വേറെ ആരുടെ എടുത്തു പോകാതെ നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോഴത്തേക്ക് രാത്രി ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യും. അങ്ങനെയൊക്കെ ഇപ്പം നമ്മുടെ രാവിലത്തെ അപ്പം ഇരിക്കുന്നതാണ്. അപ്പം നമുക്ക് കഴിക്കാൻ വേണ്ടി എടുത്തു വച്ചേക്കുന്നതാണ്. നമ്മുടെ കൊഞ്ച് നമ്മൾ കറി എടുക്കുകയാണ്. ആ ഉള്ളിയും ഒക്കെ നല്ല ഗ്രേവിയൊക്കെ നമുക്ക് കൂട്ടി ഒറ്റപ്പിടുത്തം പിടിക്കണം. അപ്പം നമ്മുടെ കൊഞ്ചു പെരളൻ നമ്മൾ കഴിച്ചു നോക്കുന്നതായിരിക്കും. രാവിലത്തെ അപ്പം ഓർഡറിന്റെ അപ്പം പോയതിന്റെ ബാക്കിയാണേ. അപ്പൊ നമ്മൾ എല്ലാവരും ബായോ കഴിക്കാം. അപ്പം കഴിച്ചു നോക്കാം. അടിപൊളിയാണ്. കുഞ്ഞുള്ളിയൊക്കെ ഇട്ടത് ഭയങ്കര ടേസ്റ്റാണ്. കുഞ്ഞുള്ളിയൊക്കെ ഇട്ടതേ നല്ല ടേസ്റ്റാണ്. പിന്നെ കുരുമുളകിന്റെ ആ ഇതൊക്കെ ഉള്ളത് കൊണ്ട് നല്ല രുചിയാണ്. അപ്പൊ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലൊരു വീഡിയോയുമായി കാണുന്നുണ്ട്.